വ്യൂവേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹോം ടൂർ ആണ് കാണിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പ്, ചന്തപ്പറമ്പ്, ഗഫൂർക്കയുടെയും ഷഹീദയുടെയും വീട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഹോം ടൂർ കാണുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്ത കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കണ്ടുവരാം. 2450 സ്ക്വയർ ഫീറ്റിൽ 13 സെൻറ്റിലാണ് ഈ ഒരു കണ്ടംപററി സ്റ്റൈലിൽ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മിലിറ്ററി ഗ്രീൻ ആൻഡ് ഐവറി വൈറ്റ് ആണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ കളർ ടോൺ സെലക്ട് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ മുതൽ ഈ ഒരു കളർ കോമ്പിനേഷൻ കീപ്പ് ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കംപ്ലീറ്റ്ലി ഒരു തീം കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി ഈ വീടിൻ്റെ പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പൗണ്ട് വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CNC കട്ടിങ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. GI പൈപ്പിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ മുകളിലായിട്ട് വരുന്ന റൂഫിങ്ങിൽ പർഗോളയും അതുപോലെ പകുതി ഭാഗം സ്ലാബ് കൊടുത്തിട്ടും സൈഡിൽ വരുന്ന ഭാഗത്ത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് CNC കട്ടിങ് അഥവാ ജാളി വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കോമ്പൗണ്ടിനുള്ളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ മുറ്റത്തായിട്ട് ഇവിടെ ഇൻ്റർലോക്കിൽ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഹാഷ് ആൻഡ് ഡാർക്ക് കളറിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലത്തെ 4 പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വീതിയിലാണ് ഈ ഒരു പില്ലേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റോൺ ഡിസൈനിൽ വരുന്ന വോൾട്ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതാ ഈ ഒരു സ്ലാബിന് താഴെയായിട്ട് വരുന്ന ഈ ഒരു സൈഡിലായിട്ട് നല്ല ഒരു സ്ക്വയറിൽ വരുന്ന ഡിസൈൻസുകൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് 2 ഡിസൈനായിട്ടാണ് 2 സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലാഡിങ് സ്റ്റോൺ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ സ്പോട്ട് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല രീതിയിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഷോ തന്നെ നൈറ്റിൽ ഈ വീടിന് കിട്ടുന്നുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടേജിനെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി നല്ലൊരു റെഡ് പാമ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിലും അപ്സ്റ്റെയറിലൊക്കെ ആയിട്ട് ഈ റെഡ് പാമ്പിൻ്റെ ഓരോ പോട്ടുകൾ വെച്ചിട്ടുണ്ട്. നല്ല സൈസിലുള്ള പ്ലാന്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി വീടിൻ്റെ ഫ്രണ്ടേജിന് കിട്ടുന്നുണ്ട്. വീടിൻ്റെ സൈഡിലായിട്ട് വരുന്ന വോള് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് വോളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സാധിക്കും. അതിലും ആ ഒരു സെയിം വീടിന് കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത് പോർച്ചിന് റൂഫായിട്ട് കൊടുത്തിരിക്കുന്നത് കർവ്ഡ് റൂഫാണ്. അതുപോലെ ഈ ഒരു സൈഡിലും ടോപ്പ് ടെറസും കർവ്ഡ് റൂഫിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ ഫ്ലാറ്റ് റൂഫിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ പുറത്തുള്ള ഏതാന വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കിടക്കാം. സിറ്റ് ഔട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീടിൻ്റെ ഫ്രണ്ടേജിനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രൂപത്തിൽ നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിലായിട്ട് അരുണ വൈറ്റ് മാർബിളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെപ്പിൽ ലപ്പോത്ര ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ കാണുന്ന ബീമിന് താഴെയായിട്ട് GI പൈപ്പിൽ ഇതുപോലെ 3 പൈപ്പുകൾ കടത്തി വിട്ടിട്ടുണ്ട്. ഫ്ലാറ്റ് പൈപ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ, സ്ക്വയർ പൈപ്പ്. അതിൽ മിലിറ്ററി ഗ്രീന് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്ക്വയർ സീലിംഗ് ആണ് ജിപ്സം വർക്കിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വുഡൻ കളറിൽ വരുന്ന ഫാനും കൂടെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീളത്തിൽ കൊടുത്തിരിക്കുന്ന സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിൽ നല്ലൊരു ബെഞ്ച്, വുഡിൻ്റെ നല്ലൊരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സൈഡിൽ 3 ചെയേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് വീതിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പില്ലറിന് 2 സെപ്പറേറ്റ് പില്ലേഴ്സ് കൊടുത്ത് അതിൻ്റെ സെൻട്രലായിട്ട് GI പൈപ്പ് കടത്തി വിട്ടിട്ട് ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ പില്ലേഴ്സിൽ സിമെൻറ്റ് ടെക്സ്ചർ ചെയ്തിട്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അതിന് മുന്നേ മെയിൻ ഡോർ ഒന്ന് നിങ്ങൾ കാണിക്കാം. തേക്കിലാണ് ഈ മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. തേക്കിൽ ഇതുപോലത്തെ സിമ്പിൾ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് ആണ് ഡോറ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കിടക്കാം.
മെയിൻ ഡോർ തുറന്ന് നമ്മൾ എത്തുന്നത് നേരെ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ അരുണ മാർബിൾ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ്. ഇവിടുത്തെ ലിവിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സോഫ സെറ്റിംഗ് എന്ന് പറയുന്നത് അക്വേഷ്യ മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ ഏരിയ അളന്നെടുത്തിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സോഫയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു സീറ്റുകളൊക്കെ നമുക്കിതുപോലെ എടുത്ത് മാറ്റാവുന്നതാണ്. വീടിൻ്റെ മെയിൻ ഗേറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെയുള്ള CNC കട്ടിങ്ങിൻ്റെ പല ഡിസൈൻസ് വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കിൽ പല ഭാഗങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്കിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന ഒരു കളർ എന്ന് പറയുന്നത് വുഡൻ കളറാണ്. വുഡൻ കളറിലാണ് മാക്സിമം വർക്കുകളെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഇങ്ങനൊരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ്, ജസ്റ്റ് ഒരു എൻട്രൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കൊക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാർട്ടീഷനിലും ഇതുപോലെയുള്ള വുഡൻ പാനൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. MDF ഷീറ്റിലാണ് മൈക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പാനൽ കൊടുത്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. വാഷ് ബേസിൻ ഉണ്ട്. സ്റ്റെപ്പിന് താഴെയായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ വാളിലും ഇതുപോലെ ആ ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സിമൻറ്റ് ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിവിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഷോക്കേസിന് 2 ഭാഗത്തു നിന്നുള്ള രീതിയിൽ കാഴ്ച കിട്ടുന്ന പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഡൈനിങ് ഏരിയയിലേക്കും അതിൻ്റെ ആ ഒരു സീനറീസ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ കോർണറിലായിട്ട് നല്ലൊരു അടിപൊളി പെയിൻറ് വർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ആ ഒരു ഏരിയനെ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ആ ഒരു പെയിൻറ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെയർ ഹാൻഡിൽ പറയുകയാണെങ്കിൽ ഹാൻഡിലിൻ്റെ മോൾ ഭാഗം കൊടുത്തിരിക്കുന്നത് വുഡിലും അതിൽ CNC കട്ടിങ് മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്ലാസും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു കോമൺ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് സൈഡിലായിട്ട് ബെഡ്റൂമുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റായിട്ട് ഈ ഒരു ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോക്സി ചെയ്തിട്ടാണ് ബാത്റൂം ടൈലുകളെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത്. കോമൺ ബാത്റൂമിന് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ബെഡ്റൂമിലേക്കൊന്ന് കയറി നോക്കാം. ഒരു വുഡൻ കളർ കോമ്പിനേഷൻ, വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു റൂമിൽ 2 കോട്ടുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ സൈസിലുള്ള 2 കട്ടിലുകളാണ് കൊടുത്തിട്ടുള്ളത്. 3 സിംഗിൾ വിൻഡോസ് ആണ് ഈ ഒരു വാളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലുള്ള കർട്ടൻസ് ഒക്കെ ബ്ലൈൻഡ് കർട്ടൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ തന്നെ ഇതിനൊക്കെ ഒരു പാനൽ സെറ്റ് കൊടുത്തിട്ട് അതിലും ഈ ഒരു വുഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മൈക്ക് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണിത്. ഒരു ബെഡ്റൂമിലും സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്, വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ. കൂടാതെ ഇവിടെ ചെറിയ ഡിസൈനിൽ ഈ ഒരു ബാത്റൂം ഡോറിനും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. സെയിം ഒരു ഡിസൈൻ തന്നെ, ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഈ ഒരു കോർണറിൽ ഒരു ഡിസൈനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് വാർഡ്രോബുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് MDF ഷീറ്റിൽ മൈക്ക് യൂസ് ചെയ്തിട്ടാണ്. ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. ഈ ഒരു ബാത്റൂമിലെ കളർ കോമ്പിനേഷൻ നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോക്സി ചെയ്തിട്ടാണ് ഈ ടൈലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് പ്ലാന് വീഡിയോക്ക് അവസാനത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട് പണി നടക്കുന്നവർക്കൊക്കെ അതുപോലെ വീട് പണി നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലാൻ യൂസ് ചെയ്യാം. പിന്നെ വീഡിയോ കാണുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീടുമായി റിലേറ്റ് ചെയ്ത ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്ത നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കയറി വന്നാൽ ഒരു L ഷേപ്പിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ മൊത്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ടേബിളും അതുപോലെ ആ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ കോണിയുടെ പാസേജൊക്കെ വരുന്നത്, സ്റ്റെപ്പൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു L ഷേപ്പിൽ വരുന്ന ഈ ഒരു സെഷനിലായിട്ടാണ് നമുക്ക് ഡൈനിങ് ടേബിൾ കാണുന്നത്. ഡൈനിങ് ടേബിളിൽ 8 സീറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് മിൽക്കി വൈറ്റിൽ വരുന്ന ടേബിൾ ഗ്ലാസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വുഡനിൽ വരുന്ന ചെയറും ടേബിളും ആണ് കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഈ വീടിൻ്റെ ജനലുകൾ നോക്കുകയാണെങ്കിൽ 3 കള്ളി ജനലാണ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലാണ് നമുക്ക് സിംഗിൾ വിൻഡോസ് കാണാൻ സാധിച്ചത് കേട്ടോ. അതുപോലെ ഈ ഫ്രണ്ടേജിൽ വരുന്ന വിൻഡോസിനൊക്കെ സ്റ്റീൽ റോഡ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വിൻഡോസിലൊക്കെ അയൺ റോഡ് കൊടുത്തിട്ട് അതിന് ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ വിൻഡോസിലും ബ്ലൈൻഡ് കർട്ടൻസ് വുഡൻ കളറിൽ വരുന്ന ബ്ലൈൻഡ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ലിവിങ്ങിലേക്ക് നോക്കുമ്പോൾ സ്റ്റെപ്പിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്. ഈ കാണുന്നത് കിച്ചൺ ഡോറാണ്. അപ്പം നമുക്ക് ഈ അടുക്കള കൂടിയാണ് ഇനി കാണാനുള്ളത്. അടുക്കള കൂടെ കണ്ടു നോക്കാം. ഫസ്റ്റ് കിച്ചണിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ളവർക്കൊക്കെ നോർമലായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു കോർണറിൽ തന്നെയാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നതും വുഡൻ ഡിസൈനിൽ മൈക്ക് ചെയ്തിട്ടാണ്. ലൈവ് വോയിസ് ചെയ്തപ്പോൾ വോയിസിൽ എന്തോ ഒരു ചെറിയ ഡിസ്റ്റർബ് ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. ഇനി നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയയിൽ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ അടുപ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. അടുപ്പിന് ഇതിൻ്റെ ഇതുണ്ടല്ലേ, പൊതുവെ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് നീക്കുന്ന പോലെയാണ് ഇത് കാണാറുള്ളത്. പക്ഷേ ഇതിനിങ്ങനെ ഇവിടെ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാത്രങ്ങളൊക്കെ വെക്കുന്നതിനുള്ള സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 3 ബർണറിൽ വരുന്ന ഒരു ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് വെറുതെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു റാക്ക് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റാക്കിന് താഴെയായിട്ട് കുറച്ച് ഡ്രോകളുണ്ട്. അതുപോലെ മുകളിലും കുറച്ച് വാർഡ്രോബുകൾ കാണാം. പിന്നെ ഈ ഒരു വാളിലൊക്കെ വൈറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു സൈഡിൽ ഒരു സ്റ്റോർ റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ടോട്ടലി നമ്മുടെ വർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. നന്നായിട്ട് വെളിച്ചമൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഈ സൈഡിലൊക്കെ GI പൈപ്പിൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്രില്ല് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തേക്ക് കിടക്കാം. ബാക്ക് സ്പേസിലായിട്ടുള്ളത് ഇവിടെ നമുക്കൊരു അടുപ്പൊക്കെ കാണാം കേട്ടോ. നന്നായിട്ട് ഷീറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്കിരുന്ന് നല്ല ലാവിഷായിട്ടിരുന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നല്ലൊരു സാധാ അടുപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ അടുപ്പാണ് കേട്ടോ. അപ്പോൾ താഴ്ഭാഗവും വീടിൻ്റെ പരിസരമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്സ്റ്റെയർ കൂടെ കാണാനുണ്ട്. വീടിൻ്റെ സ്റ്റെപ്പിലൊക്കെ കൊടുത്തിരിക്കുന്നത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അപ്സ്റ്റെയറിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. 2-4 വരുന്ന വിട്രിഫൈഡ് ടൈൽ അപ്പോക്സി ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ലൊരു വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് തന്നെയാണ് അപ്സ്റ്റെയറിൽ കാണുന്നത്. കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു സോഫ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലായിട്ട് സ്റ്റഡി ടേബിൾ വിത്ത് അയൺ ടേബിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സെറ്റിങ്സുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. താഴെയും 2 ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്സ്റ്റെയറിലെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ഒരേ ഒരു പാറ്റേൺ തന്നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ടതായിട്ടില്ല. ഇനി ഈ ബാത്റൂമിൽ നോക്കുകയാണെങ്കിലും ബാത്റൂം ടൈലുകളെല്ലാം കളർ കോമ്പിനേഷനിൽ മാത്രമാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർക്കുകളും സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
താഴെ കൊടുത്തിരിക്കുന്ന ഒരു ബെഡ്റൂമിൽ കണ്ട സെയിം ബാത്റൂമിൻ്റെ കളർ കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു ബാത്റൂം ടൈല് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലെ റൂമുകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണി കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലാറ്റ് റൂഫ് ഫ്രണ്ടേജിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന 2-3 സൈഡുകളിലായിട്ടുള്ള റൂഫുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ കാണുന്നത് പോർച്ചിൻ്റെ ഭാഗത്ത് വരുന്ന കർവ്ഡ് റൂഫാണ്. ഇതിൽ ഷിംഗിൾസ് കൊടുത്തിട്ടാണ് റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിലേക്ക് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ആ ഓപ്പൺ സ്പേസിൽ ടൈല് കൊടുത്തിട്ട് ഒരു റെഡ് പാമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിലും ഇൻഡോറിലും ഒക്കെ ഇതുപോലെ നല്ല പച്ചപ്പ് നിറഞ്ഞ ചെടികളുണ്ടെങ്കിൽ വീട് കാണാൻ തന്നെ പ്രത്യേകിച്ചൊരു ഭംഗിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീടിൻ്റെ കാഴ്ചകൾ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.